നമസ്കാരം. വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രവും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് തൃക്കാർത്തികയായി ആഘോഷിക്കുന്നത്. ഈ ദിവസം ദേവി ആദിപരാശക്തിയുടെ ജന്മനാളായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ പാൽക്കടലിൽ മഹാലക്ഷ്മി അവതാരം ചെയ്തതും തുളസീദേവി അവതാരമെടുത്തതും ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യനെ പരിപാലിക്കാൻ കൃത്തികാദേവിമാർ അവതാരം ചെയ്തതും ഇന്നേ ദിവസം തന്നെയാണെന്നാണ് വിശ്വാസം. 2025 തൃക്കാർത്തിക വരുന്നത് ഡിസംബർ 4 വ്യാഴാഴ്ചയാണ്. തൃക്കാർത്തിക വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ലക്ഷ്മി പ്രീതിയും ശിവപാർവതി പ്രീതിയും സുബ്രഹ്മണ്യ പ്രീതിയും ഒരുപോലെ ഉണ്ടാകും. ദാരിദ്ര്യശമനവും മനോസുഖവും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. വൃശ്ചികത്തിലെ ഭരണി, കാർത്തിക, രോഹിണി എന്നീ 3 നാളുകളിലാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി തലേ ദിവസം വീടും പരിസരവും വൃത്തിയാക്കുക. ഭരണി നാളിൽ അതിരാവിലെ ഉണർന്ന് കുളിച്ച് വിളക്ക് കൊളുത്തി ദേവിയെ ഭജിക്കാം. കഴിയുമെങ്കിൽ നെയ് വിളക്ക് കൊളുത്തുക. ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. വ്രത ദിവസങ്ങളിൽ സസ്യാഹാരം കഴിക്കുക. എണ്ണ തേച്ചു കുളി, പകലുറക്കം എന്നിവ ഒഴിവാക്കുക. തൃക്കാർത്തിക വ്രതത്തിന് പൂർണ്ണ ഉപവാസം പാടില്ല. ഒരു നേരം അരിഭക്ഷണം കഴിച്ച് ഒരിക്കലെടുത്ത് വ്രതം അനുഷ്ഠിക്കുക. വ്രത ദിവസങ്ങളിൽ നിത്യവും സന്ധ്യയ്ക്ക് ലളിതാ സഹസ്രനാമം ജപിക്കുക. മഹാലക്ഷ്മി അഷ്ടകം, മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി എന്നിവ ജപിക്കുന്നതും നല്ലതാണ്. തൃക്കാർത്തിക നാളിൽ സൂര്യാസ്തമനത്തിന് ശേഷമാണ് കാർത്തിക വിളക്ക് തെളിയിക്കേണ്ടത്. 27 വിളക്കിൽ തുടങ്ങി എത്ര ദീപം വേണമെങ്കിലും തെളിയിക്കാവുന്നതാണ്. മൺചെരാതിലാണ് കാർത്തിക വിളക്ക് തെളിയിക്കേണ്ടത്. കാർത്തിക ദീപം തെളിയിക്കുന്നത് കുടുംബ അഭിവൃദ്ധിക്ക് നല്ലതാണ്. ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ആനയിക്കുന്നു എന്നാണ് കാർത്തിക ദീപം തെളിയിക്കുന്നതിൻ്റെ സങ്കല്പം. ദേവി അഗ്നിസ്വരൂപിണിയും അഭീഷ്ട ഫലദായിനിയുമാണ്. അതുകൊണ്ട് കാർത്തിക വിളക്ക് കത്തിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദായകമാണ്. രോഹിണി നാളിലും വ്രതം അനുഷ്ഠിക്കണം. രോഹിണി നാളിൽ രാവിലെ തുളസീ തീർത്ഥം സേവിച്ച് വൈകുന്നേരം വിളക്ക് കൊളുത്തി ദേവിയെ ഭജിച്ച് വ്രതം അവസാനിപ്പിക്കാം. വ്രത ദിവസങ്ങളിൽ ഓം ശ്രീം നമ എന്ന ലക്ഷ്മി ബീജമന്ത്രം കഴിയുന്നത്ര തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രവും ജപിക്കാവുന്നതാണ്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കുന്നു.